വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബെക്കൺ ഓഫ് ഹോപ്പ് ഉഷ ചൗഹാന്റെ പാഠത്തിൻ്റെ ബാലൻസ് ആണ്, അതായത് പാർട്ട് 2 ആണ്. സോ നോക്കാം. I started the work quite early at around 7 years of age. Usha recounts her childhood days. അതായത് ഉഷ അവളുടെ ചൈൽഡ്ഹുഡ് ഡേയ്സിനെ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങി, ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവൾ ഏകദേശം അവളുടെ അമ്മയോടൊപ്പം 7 വയസ്സ് തൊട്ടിട്ട് സ്കാവെഞ്ചർ പണിക്ക്, അതായത് നമ്മൾ ഇങ്ങനെ വഴിയൊക്കെ വൃത്തിയാക്കുന്ന ആ ഒരു പണിക്ക്, ഇറ്റ്സ് മീൻസ് തോട്ടിപ്പണി, അതായത് ടോയ്ലറ്റ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കുന്നതാണ് തോട്ടിപ്പണി എന്നൊക്കെ പറയുന്നത്. ബോൺ ഇൻ ദീക് വില്ലേജ് ഓഫ് ഭരത്പൂർ, രാജസ്ഥാൻ, ഉഷ ആൻഡ് ഹെർ ക്ലാൻ വേർ അൺടച്ചബിൾസ്. അതായത് ഉഷ ജനിച്ചത് ദീക് വില്ലേജ്, ഭരത്പൂർ, അതായത് രാജസ്ഥാനിലെ ഭരത്പൂർ എന്ന് പറയുന്ന വില്ലേജിൽ, ഭരത്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ദീക് വില്ലേജിലാണ് അവൾ ജനിക്കുന്നത്. ഉഷ ആൻഡ് ഹെർ ക്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഫാമിലീസ്, അവളും അവളുടെ ആ ഒരു ഫാമിലിയിൽ പെടുന്ന ആ ഒരു വംശക്കാരും എല്ലാവരും കൂടെ വേറെ അൺടച്ചബിൾസ്, അതായത് അവരൊക്കെ ഇങ്ങനെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരായിരുന്നു. ഷീ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു മാനുവൽ സ്കാവെഞ്ചിങ് ബൈ ഹെർ മദർ. അതായത് അവളുടെ അമ്മയോടൊപ്പമാണ് ഈ മാനുവൽ സ്കാവെഞ്ചിങ്, അതായത് ഇങ്ങനെ തൊട്ടിപ്പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ദ വുമൺ ഇൻ ഹെർ ഫാമിലി ഹാഡ് ancestry engaged in the human profession. അതായത് നമ്മളുടെ ആ ഒരു ഉഷ ചൗമാറിൻ്റെ ആ ഒരു പൂർവികരുമായി ആ ഒരു, അതായത് മുമ്പുള്ള ആ ഒരു ആളുകളുമായിട്ട് ആ ഒരു വുമൻസ്, ആ പൂർവികർ ആയിട്ടുള്ള വുമൻസ് എല്ലാവരും ഇങ്ങനെ തൊട്ടിപ്പണി തന്നെയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ അവരിൽ ചിലർക്കെങ്കിലും ഇതുപോലെ എന്ത് ചെയ്യണമെന്നായിരുന്നു, ദേ കുഡ് നോട്ട് ഫൈൻഡ് എ വേ ഔട്ട് ഓഫ് ഇറ്റ്, അതായത് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി അവർക്ക് വേറെ വഴികളൊന്നും ഇല്ലായിരുന്നു. സം ഓഫ് ദം മൈറ്റ് ഹാവ് ആസ്പയർഡ് ടു ബ്രേക്ക് ഫ്രീ അറ്റ് സം ഫ്ലീറ്റിംഗ് മൊമെന്റ്. അതായത് ചില ഈ നമ്മളെയൊക്കെ ഇങ്ങനെ നാണം കെടുത്തുന്ന ഒരു മൊമെന്റ് ഉണ്ടാവും. അതായത് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഇവിടെ ആ തൊട്ടിപ്പണിക്കാരിയുടെ മോളല്ലേ ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ അങ്ങനെ കളിയാക്കുമ്പോൾ നമ്മൾ ഒക്കെ പറഞ്ഞ് വീട്ടിൽ പറയും, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയും. അപ്പം അവർക്കുണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് ആഗ്രഹം ഉണ്ടാവും, എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് പുറത്ത് കടന്നിരുന്നെങ്കിൽ എന്നുള്ളത്. ബട്ട് ദ റൂറൽ ഇന്ത്യൻ സൊസൈറ്റി മെയ്ഡ് ഷുവർ ടു റിമൈൻഡ് ഓഫ് ദെയർ പൊസിഷൻ ഇൻ സോഷ്യൽ ഹെയറാർച്ചി, അതായത് അതായത് അവരുടെ ആ ഒരു നിബന്ധനകൾക്കൊത്ത് അവർക്ക് പുറത്ത് കടക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യൻ സൊസൈറ്റി സമ്മതിച്ചില്ല. ഉഷാസ് ഏർലിയസ്റ്റ് മെമ്മറി ഓഫ് ഹെർ മദർ വാസ് വാച്ചിങ് her wake up in the wee hours, വെളുപ്പാങ്കാലം, wee hours means വെളുപ്പാങ്കാലത്ത് of the dawn. She would grab her basket, bucket and brooms and set out for the village toilets. അതായത് ഉഷ ചൗമാറിൻ്റെ രാവിലെ എണീക്കുമ്പോഴുള്ള കാഴ്ച എന്താണെന്ന് അറിയും. അവളുടെ അമ്മ എണീക്കുന്നു, വെളുപ്പാങ്കാലത്തെ എണീക്കുന്നു. അതുപോലെ തന്നെ അവളുടെ ബാസ്ക്കറ്റും ചൂലും ബക്കറ്റും ഒക്കെ എടുക്കുന്നു. എന്നിട്ട് വില്ലേജ് ടോയ്ലറ്റിൻ്റെ അവിടോട്ട് പോകുന്നു വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അടുത്തത്, ബൈ ദ ഏജ് ഓഫ് 7 ഉഷ വാസ് വർക്കിംഗ് വിത്ത് ഹെർ മദർ ആസ് എ മാനുവൽ സ്കാവെഞ്ചർ. അങ്ങനെ 7ാമത്തെ വയസ്സ് മുതൽ ഉഷ ഒരു മാനുവൽ സ്കാവെഞ്ചർ ആയിട്ട് അവളുടെ അമ്മയുടെ കൂടെ പോകാനായിട്ട് തുടങ്ങി. ദാറ്റ് വാസ് ദ ഏജ് വെൻ മെനി ചിൽഡ്രൻ ഓഫ് ദ വില്ലേജ് വെയർ അറ്റ് സ്കൂൾ. ആ വില്ലേജിലുള്ള ഒരുപാട് കുട്ടികളും സ്കൂളിൽ പോകുന്ന ആ ഒരു ഏജ് ആയിരുന്നു. ഉഷ ആ ഒരു സ്കാവെഞ്ചർ ആയിട്ട് ജോലി ചെയ്യുന്ന ഏജ്. ഉഷ വാസ് മാരീഡ് ആസ് എ ചൈൽഡ് ബ്രൈഡ് when she was only 10 years old. അതായത് ബാലവിവാഹം. അവൾ കൊച്ചായിരുന്നപ്പോൾ, ഒരു 10 വയസ്സുണ്ടായിരുന്നപ്പോൾ തന്നെ അവളെ മാതാപിതാക്കൾ അവളെ പിടിച്ച് കെട്ടിച്ചു വിട്ടു. ഓക്കെ, അടുത്തതായിട്ട്, she was sent to her husband's home when she was just 14. അതായത് അവൾക്ക് 14 വയസ്സുള്ളപ്പോൾ അവളുടെ ഹസ്ബൻഡിൻ്റെ ഹോമിലോട്ട് അവളെ പറഞ്ഞു വിട്ടു. her husband was a sanitation worker with the local municipality. ലോക്കൽ മുനിസിപ്പാലിറ്റിയിലെ ഒരു
സാനിറ്റൈസേഷൻ മീൻസ് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ശുചീകരിക്കുന്ന ഒരാളായിരുന്നു അവളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. ഉഷ കണ്ടിന്യൂഡ് ടു ഡു സ്കാവഞ്ചിങ് അക്കംപൈൻഡ് ബൈ ഹർ മദർ ഇൻ ലോ. അതായത് അവളുടെ മദർ ഇൻ ലോ, അവളുടെ അമ്മായിയമ്മയുടെ കൂടെ അവള് മാനുവൽ സ്കാവഞ്ചിങ്ങിനായിട്ട് വീണ്ടും പോയി തുടങ്ങി. ഫോർ ക്ലീനിങ് അതർ പീപ്പിൾസ് ഫിൽത്ത് മീൻസ് ഇങ്ങനെ ഒരു എന്താ പറയാ ചപ്പും ചവറുകളും ഒക്കെ ഡർട്ട് ബാക്കിയുള്ള ആളുകളുടെ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ എന്താ പറയാ ചപ്പും ചവറും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തു തുടങ്ങി. ഉഷ ഏൺഡ് എ മെർജ് ഡെയിലി വേജ് ഓഫ് 10 to 20 rupees. അതായത് മെർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുച്ഛമായ ഒരു വരുമാനം മാത്രമാണ് അവർക്ക് ഡെയിലി കിട്ടിയിരുന്നത്. 10-20 രൂപ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 10 രൂപ ഒരു 30 ദിവസം സേവ് ചെയ്ത് വെച്ചാൽ 300 രൂപയാണ്. എന്നിട്ട് 300 രൂപ എന്നൊക്കെ പറയുമ്പോൾ ഒരു 3 ലക്ഷം രൂപയുടെ വാല്യൂ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം എന്താ they mostly are leftover food given to them at the houses where they worked. അതായത് ആ വീട്ടിലൊക്കെ കഴിച്ച് ബാക്കി വന്ന ഫുഡൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പം എന്താണ് അതും അവർ വർക്ക് ചെയ്താൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. വർക്ക് ചെയ്താലല്ലേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. They did not earn enough even to buy new clothes. അതായത് പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പൈസ പോലും അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. They wore the worn out clothes they collected at the houses. അതായത് അവര് അവിടെയുള്ള worn out മീൻസ് വളരെയധികം മുഷിഞ്ഞ ക്ലോത്ത്സ് ആണ് അവരിട്ടിരുന്നത്. The Sulabh International set up an NGO called Disha which gave training in various skills to women like Usha. അതായത് ഉഷയെ പോലുള്ള കൊച്ചു കൊച്ചു പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സുലഭ് ഇന്റർനാഷണൽ സെറ്റപ്പ് ആൻഡ് NGO കോൾഡ് ദിശ എന്ന് പറയുന്ന ആ ഒരു ഇന്റർനാഷണൽ സെറ്റപ്പ് ഇങ്ങനെ വുമൻസിന് പല പല സ്കിൽസിലേക്കുള്ള ഇങ്ങനെ ട്രെയിനിങ്സ് കൊടുത്തുകൊണ്ടിരുന്നു. soon they were engaged in such work like stitching bags, making lamps and preparing jam, pickles and papad. The NGO took Usha and some other women to visit to Delhi. അതായത് അങ്ങനെ അവിടെ വെച്ചിട്ട് ഉഷയുടെ ജീവിതമൊക്കെ മാറി മറിഞ്ഞു. ഉഷ ഡൽഹിയിലേക്ക് പോകുന്നു. എന്താണ് അവിടെ പഠിപ്പിക്കുന്നത് എന്താണ്? ബാഗ്സ് തയ്ക്കാൻ, ലാംപ്സ് ഉണ്ടാക്കാൻ, ജാം, അച്ചാർ, പപ്പടമൊക്കെ ഉണ്ടാക്കാനാണ്. അങ്ങനെ NGO എന്ത് ചെയ്തു? ഉഷായും അതുപോലെ തന്നെ വേറെ കുറച്ച് വുമൻസിനെയും കൂടെ ഡൽഹിയിലേക്ക് പറഞ്ഞുവിടാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെടുന്ന ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ. ഓക്കെ, ഇത്രയുള്ളൂ. ബൈ.